ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്ന് സുറുമിക്ക് സിസേറിയനാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആശുപത്രിക്ക് പോവുകയാണ്. അവളെ 9 മണിക്ക് സിസേറിയത്തിന് കൊണ്ടുപോകും. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ ഒരു 8 മണിക്ക് സുറുമിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പ്ലാന്റേഷൻ മുക്ക് ജംഗ്ഷനിലെത്തി. പിന്നെ സുറുമിയെ സിസേറിയന് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അവളെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മൗളിസിയോൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് അങ്ങനെ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ള റൂം സെക്കൻഡ് ബ്ലോക്കിലാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി നമ്മൾ പോകുമ്പോഴേക്ക് കുറച്ചധികം താമസിക്കും. അപ്പോൾ വിചാരിച്ച് നമുക്കെന്നാൽ ലിഫ്റ്റിൽ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും സുറുമി ഓപ്പറേഷത്തിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി മുടി മാത്രം ഒന്ന് ചീവിയാൽ മതി. അപ്പം മാമി അങ്ങനെ അവളുടെ മുടി ചീവി പിന്നി കൊടുക്കാമെന്ന് പറഞ്ഞ് അതിരാവിലെ തന്നെ ഞങ്ങൾ അമ്മച്ചി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു കേട്ടോ. സുറുമിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അവൾക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ TV കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാമി പോയിട്ട് നേഴ്സുമാരോട് എന്തൊക്കെ സംശയങ്ങൾ ചോദിച്ചറിയായിരുന്നു. സുറുമിയുടെ ഡ്രസ്സിങ്ങും മുടി കെട്ടലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നേഴ്സുമാർ വന്നിട്ട് അവിടെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റിയാണ്. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങൾ മാറി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ വെളിയിൽ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ തമാശകൾ ഇറക്കുന്നുണ്ട് മോസിന്. സുറുമിയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായി കേട്ടോ. അങ്ങനെ അവളെ വീൽ ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവളുടെ കൂടെ തന്നെ പോയി കേട്ടോ. അങ്ങനെ ലിഫ്റ്റിലോട്ട് ഞങ്ങൾ കയറി സുറുമിയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും വെളിയിൽ ഇങ്ങനെ കാത്തിരിപ്പുന്നുണ്ടായിരുന്നു. അവളുടെ വിവരം, കുഞ്ഞിൻ്റെ വിവരമൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി. കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും നല്ല പോലെ വിഷമിച്ചു. സുറുമിയുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞില്ല സിസേറിയൻ കഴിഞ്ഞു എന്നോ അതുപോലെ എന്ത് കുഞ്ഞാണോ എന്നും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഡോക്ടർ കുഞ്ഞിൻ്റെ അടുത്തും കൂടെ നേരെ ഇൻവേഴ്സിലേക്ക് ഓടുക ചെയ്തത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുഞ്ഞ് ജനിച്ചു. ആൺകുഞ്ഞാണെന്നും കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനൊന്നും. കുഞ്ഞിൻ്റെ തൂക്കൊക്കെ പറഞ്ഞത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോഴാണ് ശരിക്ക് കുഞ്ഞ് ജനിച്ചു, കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ജീവൻ വീണത്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞിനെയൊക്കെ കിട്ടി. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം ബാങ്ക് ഇക്കാമത്ത് വിളിച്ച് അതിന് ശേഷം കുഞ്ഞിന് സംസം വെള്ളം തൊട്ട് കൊടുത്തു. ഇത് രണ്ടും ചെയ്തത് മോസിനാണ്. അതിന് ശേഷം കുഞ്ഞിൻ്റെ ചെവിയിൽ കുഞ്ഞിൻ്റെ പേര് വിളിച്ചു, അതൊക്കെ ചെയ്ത്. അപ്പോഴേക്കും സുറുമിയെ ഓപ്പറേഷൻ തിയേറ്ററിന് ഇറക്കി. ഇനി അവളെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ കാണിച്ച് തന്ന് അവൾ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല, അവൾ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ അവളെ ICUലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇനി നാളെ അവളൊന്ന് ഇറക്കത്തുള്ളൂ, റൂമിലോട്ട് നാളെ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാവർക്കും മിഠായി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും കൊടുക്കാൻ വേണ്ടി ലഡു കൊണ്ട് പോവുകയാണ്. ഞാനും മാമി മോസിനും കൂടെ. ഈ ഡോക്ടറാണ് സുറുമിയുടെ സിസേറിയൻ അറ്റൻഡ് ചെയ്തിട്ടോ. ആ ഡോക്ടർക്കും കൊണ്ട് കൊടുത്തു ഞങ്ങൾ ലഡു. ഡോക്ടർക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങളാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചില്ല, വെറും ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ക്യാൻറ്റീനിലോട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചോറും കറികളൊക്കെ എത്തി കേട്ടോ. നമ്മൾ വെള്ളച്ചോറായിരുന്നു ഓർഡർ ചെയ്ത്. അതിൻ്റെ കറികളും കൂട്ടാനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല പോലെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.